ഭാര്യ ഭർത്താവ് തന്നെ കേട്ടോ. എപ്പോ തൊക്കാലും വായ നോട്ടൊന്നുമില്ല, വിചാരമുള്ളൂ ചെക്കന്. അവിടെ ഒരു കാര്യമായിട്ട് വേറൊരു ഭീകര ജീവനെ തുറന്നിട്ടുണ്ടതാ പറഞ്ഞു നാക്കെടുത്തിട്ടുള്ളൂ ഈശ്വരാ. അയവ നമ്മളെ സ്വന്തം നാട്ടുകാരാണ്, നമ്മള് ബംഗാൾ ടൈഗേഴ്സ് ആണ്, ബംഗാൾ ടൈഗേഴ്സ്. നമ്മളിതാ അൽഖൂർ സൂവിലെത്തി. അപ്പുറത്താണ് എൻട്രി. നമ്മളിപ്പോഴത്തെ ഈ പൂവിൻ്റെ ഭംഗി കണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല രസമല്ലേ ഈ പൂക്കൾ കാണാൻ. പുള്ളി മറ്റേ ശരിക്കും നാട്ടിലിപ്പോൾ കണിക്കുന്ന പൂക്കുന്ന ടൈമാണല്ലോ. എനിക്ക് ആ ഒരു വൈബാണ് കിട്ടിയത് ആക്ച്വലി, യെല്ലോ കളേഴ്സൊക്കെ അങ്ങനെ കണ്ട സമയത്ത്. അങ്ങനെ നമ്മളിതാ ടിക്കറ്റ് എടുത്ത്, ഓൺലൈനാണ് ഇവിടെ സ്കാൻ ചെയ്ത്, QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഇവിടെ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എടുത്തതാ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഇതാ നമുക്ക് അവിടെ ഒരു ഫൗണ്ടെയിൻ വെച്ചിട്ടുണ്ട് എൻട്രൻസിൽ. വലിയൊരു ഗ്ലാസ് ഡോമിൻ്റെ ഉള്ളിലായി വാട്ടർ ഫൗണ്ടെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് വാട്ടർ ഫൗണ്ടെയിൻ കണ്ട് ദാഹിക്കുന്നു. നല്ല പൊരിക്കുന്ന വെയിലാണ്. എൻ്റെ അമ്മോ പൊള്ളുന്ന് തുടങ്ങി, ഇവിടെ സമ്മർ തുടങ്ങി. ഇനി രക്ഷ ഉണ്ടാവില്ല പുറത്തിറങ്ങാൻ. ഇതൊരു പാർക്ക് കം സൂ ആണ് കേട്ടോ. മീൻസ് പാർക്കും സൂ മിക്സ് ആണ്. ഈ സൈഡ് പാർക്കാണ്, ഫ്രണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് പാർക്കാണ്. എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ പാർക്ക്. അതിൻ്റെ നടുവിലാണ് ഈ സൂ ഉള്ളത്, ഓരോരോ പോർഷൻ വൈസ് ആയിട്ട്. നമുക്ക് ആദ്യത്തെ ഏത് ആനിമലിനെയാണ് കാണാൻ പോകുന്നത് നോക്കാം. കുടിവെള്ളം. അയ്യോ, എൻ്റെ മോനെ ഞാൻ നല്ല ഉണക്ക മത്തി പോലെ കൊണ്ടുപോകുന്നത്. അതിപ്പോ മറ്റേ നഞ്ഞ മത്തി പോലെ ആയിട്ടോ കേട്ടെ, കുളിച്ച്. और उधर बाकी है कुछ और? मांकी इधर है, हाँ स्नेक इधर है. ठीक है भैया, താങ്ക് യു. ഇപ്പോൾ മൂപ്പർ പറഞ്ഞ പോലെ ഈ സെക്ഷനിൽ കുറച്ച് കുരങ്ങന്മാരും ലയൺ ടൈഗർ ഉണ്ട്. നമുക്ക് പോയി നോക്കിയാലോ. അതെന്ത് ഭംഗിയുള്ള മരങ്ങൾ. നാടൊക്കെ ഓർമ്മ വരുന്നു. സിംഹം. ഇന്ന് ഇതായോണ്ട് സ്പെഷ്യൽ ബിരിയാണി കിട്ടിയിട്ടുണ്ടോ? അതിന്റെ ക്ഷീണത്തിലാ. പിന്നെ മരുഭൂമിയിൽ നനയ്ക്കുന്ന വെളുത്ത് തുടുത്തുള്ള സിംഹം കിട്ടുമോ? ഇവർ ആക്റ്റീവാ. എന്താ തടിയും വലുപ്പം. അയവ നമ്മളെ സ്വന്തം നാട്ടുകാരാണ്, നമ്മൾ ബംഗാൾ ടൈഗേഴ്സ് ആണ്, ബംഗാൾ ടൈഗേഴ്സ്. അച്ഛാ ഹേ ചോദിക്കട്ടെ. ബംഗ്ലാദേശ്, നേപ്പാൾ, പിന്നെ ഭൂട്ടാനും ബുർമ. ഇതിന് മൈൻഡില്ല കേട്ടോ. ഇത് ബിരിയാണി ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്താണ്. ഇവാനിതാ വലിയ നേതാവ് പോലെ. ഇവാനിതാ എന്നെ നോക്ക്. വൈറ്റ് ടൈഗർ എന്ത് ക്യൂട്ടല്ലേ. മടിയിലെടുത്ത് കൊഞ്ചിക്കാൻ തോന്നും, പക്ഷെ ജീവനോട് ഉണ്ടാവില്ല എന്നുള്ളൂ. ഇത് ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ. വൈറ്റ് മല, ബ്ലാക്ക് ലൈൻസ്, ക്യൂട്ടായിട്ടുള്ള ടൈഗേഴ്സ്. ആ മോഷന്റെ മുന്നിലുള്ള രോദനമാണിത്. എന്നോ മിസ്റ്റർ ടൈഗർ, ലയൺ അല്ല. ഞാൻ പറയാനുള്ളത്, അവിടെ കണ്ടോ, അവിടെ ക്യാൻറ്റീൻ പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഇവനോട് വന്നു അവിടെ നോക്ക് ഇങ്ങനെ കാണിച്ചു. എന്ന് വെച്ചാൽ അവിടെ ഐസ്ക്രീം പാർലറും കൂടി ആയതുകൊണ്ട് ഉറക്കെ പറയാൻ പറ്റൂല, ഇവ് കേൾക്കൂ. അപ്പോൾ എന്നോട് പറയാം, ഇതായിനോ. ഞാൻ വിചാരിച്ചു വല്ല പെണ്ണിനെ കാണിക്കണം. നോക്കോട്ടെ, എപ്പോൾ തൊക്കാലും വായ നോട്ടൊന്നുമുള്ളൊരു ഏറ്റവും വിചാരമുള്ളൂ ചെക്കന്. അതന്നെ ഞാൻ മടുത്ത് ഈ മുഖെടുത്ത് പോസ്റ്റർ ഒട്ടിച്ചേക്കണോ. ഈ ഖത്തർ മൊത്തം പൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് മറ്റേ ചൂട് തണിക്കാൻ വേണ്ടി 2 ഐസ്ക്രീം. അങ്ങനെ വീണ്ടും നമ്മൾ ഒരു ഐസ്ക്രീം കഴിച്ച് നമ്മളെ സൂ സഞ്ചാരം തുടങ്ങുന്നു. യെസ് ബേബേ, ഓക്കെ. ഐസ്ക്രീം. ഈ ചൂട് കാലത്ത് ഐസ്ക്രീം തിന്ന സുഖം വരും. അടി കൂടെ നോക്കിയാട്ടെ കുരങ്ങന്മാർ, 2 കുരങ്ങന്മാർ അടി കൂടെ നോക്കിയാട്ടെ. അല്ല കേട്ടോ, സ്നേഹിക്കട്ടോ. ഞാൻ തെറ്റിദ്ധരിച്ചു. വേറെ എന്തൊക്കെയോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അയ്യോ ഇതിനടുത്ത് തായിട്ട് ഇത് കണ്ട ഓർപ്പിച്ച് പറയാത് ഇവർ ഭാര്യ ഭർത്താവുമാരാണ്. മാർഗമായിട്ടുള്ള യുദ്ധം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1ാമത്തെ മങ്കി 2ാമത്തെ മങ്കിനെ എടുത്ത് പിടിച്ച് തളിച്ച് തായിട്ട് അങ്ങനെ വീണ്ടും അത് കയറി വന്നു. ഞാൻ ഇന്നിവരെ ശരിയാക്കുന്നു.
കെട്ടിപ്പിടിച്ചോ. ഇത് എന്തത് കറക്റ്റ് ഭാര്യ ഭർത്താവ് തന്നെ കേട്ടോ. 2 മിനിറ്റ് അടി കൂടെ 2 മിനിറ്റ് കെട്ടിപ്പിടിക്കുക. അല്ലടാ 2 മിനിറ്റ് മടി കയറി കുത്തിരിക്കാം, പിന്നെ 2 മിനിറ്റ് അടി കൂടെ. സഞ്ജുവിന്റെ ചോദ്യം ഷഡൊന്നും ഇട്ടുകൂടെ, ഷഡ് ഇട്ടൂടെ. എന്താണ് മക്കളെ ചാട്ടം കുറച്ച് കൂടുതലാണല്ലോ. മുടി പിടിച്ച് വലിക്കുന്നു. അയ്യോ കണ്ണൊക്കെ മാന്തി. വന്നുപത്രം എൻ്റെ പോൻ മൂപ്പർ റിയാക്ഷനാ. കുറച്ചേരായിട്ട് നമ്മളങ്ങ് നോക്കിയോളൂ. നിങ്ങൾ എൻ്റെ ഫോട്ടോ എടുക്കാടോ ഒന്ന് ചോദിക്കണ്ടേ? എൻ്റെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ മുന്നേ അങ്ങനെ ഒന്ന് ചെയ്യാവോ ഉണ്ടോ? എൻ്റെ അത് ചിലപ്പോൾ പാണ്ഡ്യാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ മുന്നേ വന്ന സമയത്ത് അതിന് സമയത്ത് സിംഹ കുട്ടികളായിരുന്നു. ഇപ്പോൾ ചൂടുകാലം അതിൻ്റെ പാണ്ഡ്യൻ്റെ അടുത്ത് മാറ്റിയിട്ടുണ്ടാവോ? പക്ഷേ പോളാർ ബിയർ അല്ലേ ഇത്, അതിനൊക്കെ നല്ല തണുപ്പ് വേണ്ടേ? ഈ സൈഡ് കാണുന്ന സമയത്ത് ഒരു മല എന്താ എന്താ അതിൻ്റെ പേരെന്താട്ടാ? അൽഷ്യസ് അതാ ആ നായിനെ പോലെ. അവിടെ ഒരു കാര്യമായിട്ട് വേറൊരു ഭീകര ജീവനെ തുറന്നിട്ടിട്ടുണ്ടതാ. അയ്യോ ആ ശരിക്കും പേടിപ്പിക്കുന്ന എന്നെ നോക്കിയിട്ട് ചീറ്റിപ്പോയി, നേരുന്നില്ല. അതൊക്കെ അവരൊക്കെ യൂറോപ്യൻസ് ഇതൊക്കെ കിടക്കണം മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ ആസ്വദിച്ചിട്ട് കാറ്റ്, ചൂടുള്ള കാറ്റാണെങ്കിലും. ചണിബോരാ, ചണിബോർ ഞങ്ങൾ ഹിന്ദിയിൽ പറയും ചണിബോർന്ന്. ഇത് വിൽക്കാൻ വരുന്നുണ്ട് പണ്ട്. മറ്റേ ഞാൻ ചെറുതാവുന്ന സമയത്ത് ഗുജറാത്തിൽ ഒരു ഓട്ടുമ്പോൾ ഇങ്ങനെ. ഇതിപ്പോൾ എല്ലാം കൂടി വാടിപ്പോയതാണ്. ഫ്രഷ് എന്തുണ്ട് ഞാൻ എടുത്ത് കഴിച്ചേനെ. ഇതായിട്ട് മുളകും പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കും. നല്ല രസമാണ്, ഒരു പുളിപ്പ് പോലെ ടേസ്റ്റ്. ചണിബോർ തന്നെ, ചണിബോർ. അങ്ങനെ കറങ്ങി ചുറ്റി കുറച്ച് വെയിലൊക്കെ ഉള്ളതാ നമ്മൾ മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. എൻ്റെ മണ്ടയ്ക്ക് ഇതുവരെ വീണിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്ര ധൈര്യമായിട്ട് തുടങ്ങത്തില്ല. ഏത് നിമിഷം വേണം പ്രതീക്ഷിക്കുക. അയ്യോ ഇതാ പറഞ്ഞു നാക്കെടുത്തിട്ടല്ലോ ഈശ്വരാ. താങ്ക് യു വൻ. ഞാൻ മറ്റേ സഹായം എടുത്ത് എണീച്ചപ്പോ സെന്നോട് പറയാ എണീക്കുന്നത് ഞാൻ കാണിച്ചത് ഭൂമി കുലുങ്ങി. സൂലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ.